മുഖ്യമന്ത്രി വഹിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരുന്നു. എന്താണോ എയറിൽ നിന്ന് എയറിലേക്ക് പോകാൻ ഒരു കാരണം? ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയെന്ന് പറഞ്ഞു. സ്വകാര്യമായിട്ടാണെങ്കിലും യഥാർത്ഥ കാരണമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഗ്രൂപ്പിന് കേരളത്തിന്റെ CM ഓഫീസ് തിരുവനന്തപുരത്താണെന്ന് അറിയില്ലായിരിക്കും. അവര് രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നല്ല ഡിന്നർ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു നോക്കാമായിരുന്നു. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയെ തിരുച്ചിരാപ്പള്ളിയിലോ മധുരയിലോ വെച്ചാണോ അതോ ചെന്നൈയിൽ അങ്ങോട്ട് പോയാണോ കണ്ടത്? ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. നല്ല ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമെങ്കിൽ വന്ദേ ഭാരതിൽ പോകുന്നതൊന്നും ഒരു നഷ്ടമല്ല. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. എല്ലാം അവര് പറയുന്ന പോലെ. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. സത്യത്തിൽ തമിഴ്നാടും കേരളവുമായിട്ടുള്ള ഒരു മത്സര ഓട്ടമാണ് ഇവിടെ നടന്നത്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത് പിന്നീട് ഒരു ആക്ഷേപവും. കേരള CM ഹെലികോപ്റ്റർ പിടിച്ച് അങ്ങോട്ട് പോകാൻ മാത്രം പ്രാധാന്യമുള്ള ആരാണ് ഈ അവര്? അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? ഞങ്ങളുടെ ടാക്സ് പണം കൊണ്ടാണല്ലോ ഹെലികോപ്റ്ററും ഡിന്നറും ഒക്കെ. അതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു ഇൻവെസ്റ്റർ എന്ന് തൽക്കാലം നമ്മൾ മനസ്സിലാക്കാം. അതിന്റെ അത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മുഖ്യമന്ത്രിക്ക് മാത്രം കണ്ടാൽ അറിയാവുന്ന ഈ ഇൻവെസ്റ്റർ സംഘത്തിലാണ് കേരളത്തിന്റെ വികസന പ്രതീക്ഷ മുഴുവനും. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത പൈസ പോലും ഒരു നഷ്ടമല്ല. അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഇടയ്ക്കെടുത്തൊന്നും ഓടിച്ചില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ പൈലറ്റ് തന്നെ ഇത് ഓടിക്കുന്നത് അങ്ങ് മറന്നുപോകും. അത് ഫ്രീ ആണ്. ഓണം ഓഫറായി അഡീഷണൽ ആയിട്ട് ഒരു 5 മണിക്കൂർ കൂടി ചോദിക്കാവുന്നതാണ്. ഞാൻ എന്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. അതിൽ കോൺഗ്രസിന് എവിടെ സമ്മേളനം? ഗ്രൂപ്പ് യോഗമൊന്നും എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇന്ന് മതിയല്ലോ, ബാക്കി എല്ലാം കൂടി ഇന്ന് ചോദിക്കണ്ട. എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അറിയിക്കുക. മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്.